ഇഷ്ടായി നല്ല ടേസ്റ്റ്. ഞാൻ എന്റെ കാര്യം ചോദിച്ചത് പങ്കുവയ്ക്കൂ സ്നേഹത്തിന്റെ രുചി. ഇവിടെ എല്ലാം സ്പെഷ്യലാണ്. ദ സോൾട്ട് റെസ്റ്റോറന്റ്, കാക്കനാട്, തോപ്പുംപടി ആൻഡ് പനമ്പള്ളി നഗർ. റാമ്പിൽ വിപ്ലവം തീർത്ത് ലുലു ഫാഷൻ വേദി. സ്വപ്നം നിറവേറ്റി ചുവട് വെച്ച് കാടിന്റെ മക്കൾ. കാടിന്റെ മക്കളുടെ സ്വപ്നം നിറവേറ്റിയ റാമ്പിൽ വിപ്ലവം സൃഷ്ടിച്ച് കൊച്ചി ലുലു മാളിലെ ഫാഷൻ വേദി. ലുലു ഫാഷൻ വീക്കിന്റെ ഉദ്ഘാടന വേദിയിൽ തരംഗമായത് ട്രൈബൽ സമൂഹത്തിന്റെ കൗമാരക്കാരുടെ ചുവടുവയ്പായിരുന്നു. ലുലു ഫാഷൻ വീക്ക് 2025 ഉദ്ഘാടന വേദിയിലാണ് അടിമാലിയിലെ ആദിവാസി ഊരിൽ നിന്നുള്ള കൗമാരക്കാർ ചുവടുവെച്ചത്. സൃഷ്ടി വാക് ടു റിമെമ്പർ ആശയത്തിൽ ഒരുക്കിയ ഫാഷൻ ഷോയിൽ റാമ്പിലേക്ക് ചുവടുവെച്ച് കൗമാരങ്ങൾ എത്തിയപ്പോൾ സദസ്സും കൈയടിച്ച് സ്വീകരിച്ചു. കേരളം ഇതുവരെ കണ്ട ഫാഷൻ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഏറ്റവും ചേർത്ത് നിർത്തപ്പെടുന്ന ട്രൈബൽ സമൂഹത്തിലെ കൗമാരക്കാരെ ഫാഷൻ റാമ്പിലേക്ക് എത്തിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ ഹൈബിയുടെ MP മുഖ്യാതിഥിയായപ്പോൾ ഇരട്ടി ആവശ്യമായി. ട്രൈബൽ സമൂഹത്തിലെ കൗമാരക്കാരോടൊപ്പം MPയും ഫാഷൻ റാമ്പിൽ ചുവടുവെച്ചു. സ്റ്റൈലിസ്റ്റും മോഡലുമായ ഢാലു കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ ലുലുവിൽ നിന്നുള്ള പ്രതിനിധികൾ അടിമാലി ഊരിലെത്തി കാണുകയും ഫാഷൻ വീക്കിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും ചെയ്തതോടെയാണ് ഊരിന്റെ മക്കൾ ലുലു ഫാഷൻ റാമ്പിലേക്ക് എത്തുന്നത്. അന്താരാഷ്ട്ര മോഡലുകൾക്കൊപ്പം ഊരിന്റെ മക്കളും ചുവടുവെച്ചത് ചരിത്രമായി മാറി. റാമ്പിലേക്ക് കളിച്ചിരികളോടെ ചുവടുവെച്ച 2 വയസ്സുകാരി മിടിക്കുകയും സദസ്സിന്റെ പ്രശംസ പിടിച്ചുപറ്റി. ട്രൈബൽ സമൂഹത്തെ മുഖ്യധാരയിലെത്തിക്കാൻ ലുലു സ്വീകരിച്ച നടപടി പ്രശംസനീയമാണെന്ന് ഹൈബിയുടെ MP പറഞ്ഞു. സമൂഹത്തിന്റെ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന വിഭാഗത്തെ പരിഗണിക്കുകയും അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ പ്രചോദനം നൽകുക എന്ന സന്ദേശത്തോടെയാണ് ലുലു ഫാഷൻ വീക്ക് ഏറ്റവും പുതിയ എഡിഷന് വ്യത്യസ്തത സമ്മാനിച്ചത്. സൃഷ്ടി വാക് ടു റിമെമ്പർ തീമിനായി ഇവരെ കൊച്ചിയിൽ എത്തിച്ച് വിദഗ്ധ പരിശീലനം നൽകുകയും ചെയ്തിരുന്നു. ഫാഷൻ ഷോയും റാം വാക്ക് അടക്കമുള്ള പരിശീലനവും 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാണ് സംഘത്തിലെ പെൺകുട്ടികളും ആൺകുട്ടികളും റാമ്പിലെത്തിയത്. ഫാഷൻ ഷോയും റാം വാക്ക് അടക്കമുള്ള പരിശീലനവും 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാണ് സംഘത്തിലെ പെൺകുട്ടികളും ആൺകുട്ടികളും റാമ്പിലെത്തിയത്. ലുലു ഫാഷനിൽ നിന്ന് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം തിരഞ്ഞെടുത്താണ് കൗമാരക്കാർ ഫാഷൻ വേദിയിൽ തിളങ്ങിയത്. ചടങ്ങിൽ ഹൈബിയുടെ MP ലുലു ഫാഷൻ വീക്കിന്റെ ഭാഗമായ അടിമാലിയിലെ കൗമാരക്കാർക്ക് സമ്മാനം നൽകി ആദരിച്ചു. ലുലു ഗ്രൂപ്പ് ഇന്ത്യ CEO രജിത് രാധാകൃഷ്ണൻ, കൊച്ചി റീജിയണൽ ഡയറക്ടർ സാദിഖ് ഖാസിം കുട്ടികൾക്കും ഊരുമൂപ്പനും ഉപഹാരം സമ്മാനിച്ചു. ഷോ ഡയറക്ടർ ഢാലു കൃഷ്ണദാസിനെ ചടങ്ങിൽ അനുമോദിച്ചു. മെയ് 11 ഞായറാഴ്ച ഫാഷൻ വീക്ക് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.